ഇപ്പം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു. അതായത് വാൽപ്പാറയിൽ വെച്ച് ട്രാവലർ മറിഞ്ഞ അപകടം ഉണ്ടായിട്ട് 9 പേര് മരിച്ചല്ലോ. അപ്പം ആ ഒരു ദുരന്തം നേരത്തെ എന്താ പറയുക പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, മായ എന്ന് പറയുന്നൊരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു. അവരുടെ ഈ കുറച്ച് ദിവസം മുമ്പുള്ളൊരു പോസ്റ്റായിരുന്നു ഇത്. അതായത് വലിയൊരു അപകടം വരുന്നു, ബസ് കൊക്കയിൽ മറിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നതായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പ് ഈ മായ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഈ അപകടം നടന്നല്ലോ, വാൽപ്പാറയിൽ ട്രാവലർ പറഞ്ഞിട്ട് ഇപ്പം 9ഓളം പേര് മരിച്ചല്ലോ. അപ്പോൾ ഇതും കൂടെ ലിങ്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഇത് പ്രവചിച്ചു എന്നൊക്കെയുള്ള അവകാശവാദവുമായിട്ട് മായ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനോടനുബന്ധിച്ച് പല പോസ്റ്റുകളും ഈ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ പോസ്റ്റ് അധികം ആരും ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ഒരു 7K ഫോളോവേഴ്സ് അത് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഒരു മുൻകരുതൽ എടുത്തേനെ, ഈ അപകടം നടക്കില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഇത് ഈ മായ എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ചെയ്തത് വിശ്വസിക്കുന്ന ഒത്തിരി പേര് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയുള്ള കമൻസ് കണ്ടിട്ട് ഇതെല്ലാം എല്ലാവരും വിശ്വസിച്ച മട്ടാണ്. ഈ ഒരു വ്യക്തി പറഞ്ഞത്, ഈ ടെലിപ്പതി എന്ന് പറഞ്ഞ് പ്രവചിച്ചു എന്നുള്ളത് ശരിക്കും വിശ്വസിച്ച മട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് എത്ര അപകടങ്ങൾ നടക്കുന്നത് അല്ലേ. അപ്പം ഒരു 1000 ഒരു കുറച്ചെണ്ണം എറിഞ്ഞ് നോക്കിയാൽ ഒന്ന് ശരിയാവും എന്നുള്ള പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു ശബരിമല സീസൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേളാങ്കണ്ണി പോകുന്ന സമയം ആയിക്കോട്ടെ, മസ്റ്റാണ്, അപകടം ഉറപ്പാണ് അല്ലേ. നമ്മൾ സ്ഥിരം ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്കും അറിയാം, ആ സമയത്ത് അപകടങ്ങൾ സ്ഥിരമുള്ളതാണ്. കാരണം എന്താ, ഈ ഡ്രൈവർമാർ ഉറങ്ങാതെ ഇങ്ങനെ ട്രിപ്പ് പോകുന്നതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ് പലതും. അപ്പം ആ സമയത്ത് അപകടം ഉണ്ടാകുന്ന ആർക്കും പ്രവചിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഒരു അവധിക്കാലമാണ്, ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ അപകടം, കാരണം മലയാളീസ് ട്രിപ്പ് പോകുന്നത് ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോമൺ സെൻസ് ആണ്. ഈ പറയുന്നതൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പൊക്കിപ്പിടിച്ച് ഇവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ഞാൻ പറയാം, ഇനി എന്താ പറയുക, മലയാളികൾക്ക് ഭയങ്കര എന്താ പറയുക വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഒട്ടും എന്താ പറയുക വിവരമില്ലാത്ത വർഗങ്ങൾ മലയാളികളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം എന്താ ഈ പിന്നെ ഇതെന്താ ഓൺലൈൻ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ മലയാളികളെ പറ്റിക്കുന്ന ഫുള്ള് ഈ പറയുന്ന ബംഗാളികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന യുപിക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം ലോൺ ആപ്പ് വഴിയായിക്കോട്ടെ, ഇപ്പം ലോൺ ആപ്പിൽ ഇപ്പം ഇന്ന് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തവരെ കണ്ടല്ലോ, എല്ലാം യുപിക്കാരാണ്. അപ്പം നമ്മൾ വലിയ വിദ്യാസമ്പന്നർ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് നടിക്കും, പക്ഷേ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ, ഈ മായ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടെലിപ്പതി എന്ന് പറഞ്ഞിട്ട ഈ സംഭവമൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. കാരണം അപകടം നടന്ന ട്രാവലറിൻ്റെയും ഈ വ്യക്തിയുടെയും വണ്ടിയുടെ നമ്പർ 1 അതെന്തുകൊണ്ടാണ് പോലും എന്നറിയോ, അതായത് ഈ വ്യക്തി പിന്നെ ഈ ഒരു ദുരന്തം കുറക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചത് കൊണ്ട് പിന്നെ വാണിംഗ് കൊടുക്കാൻ വേണ്ടി ദൈവം ചെയ്തതാണ്. പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു മണ്ടന്മാരെന്നല്ല, മരമണ്ടന്മാർ എന്ന് പറയണം. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ആൾദൈവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു എന്താ പറയുക പ്രയാസവും ഇല്ല. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ഞാൻ പറയാം, ഇതിനു മുമ്പ് പണ്ട് 2023 പിന്നെ നമ്മുടെ ദുരന്ത നിവാരണത്തിലൊക്കെ പിന്നെ വർക്ക് ചെയ്യുന്ന മുരളി തുമ്മാരുംകുടി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പം ഈ വ്യക്തി 2023 ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, മുങ്ങിയ മരണങ്ങളുടെ വേനൽക്കാലം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി ഇതുപോലെ പ്രഡിക്ഷൻ നടത്തുകയാണ്, ഈ ഒരു വേനൽക്കാലത്ത് ഇത്ര പേര് മരിക്കും, ഇത്ര കുട്ടികളുണ്ടാവും എന്നൊക്കെ. അതെന്താ, അത് ടെലിപ്പതിയും കുന്തമൊന്നുമല്ല, ജസ്റ്റ് കോമൺ സെൻസ് ആണ്. കാരണം കുറേ നാളത്തെ നമ്മൾ ഒരു അനുഭവം സംഭവത്തെ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതിപ്പോൾ ഈ കൊല്ലവും പറയാൻ പറ്റും ഇത്ര പേര് മുങ്ങി മരിക്കുന്നുള്ളത്. കാരണം എത്ര കിട്ടിയാലും പഠിക്കില്ല. അപ്പം ഈ ഒരു വേനൽക്കാലം ഇത്ര പേര് മരിക്കും, അധികം മുങ്ങി മരണം തന്നെയായിരിക്കും. അത് ജസ്റ്റ് നമ്മളുടെ ഒരു കോമൺ സെൻസ്. അതേപോലെ തന്നെ മുരളി തുമ്മാരുംകുടിയുടെ വേറൊരു പോസ്റ്റായിരുന്നു ഇത്, വരാനിരിക്കുന്ന ദുരന്തം എന്ന് പറഞ്ഞിട്ട് ബോട്ട് അപകടങ്ങളെ പറ്റി. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നടന്നിരുന്നു. അപ്പോൾ ഇതൊന്നും ടെലിപ്പതിയും കുന്തമൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് എന്താ പറയുക ഒരു എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റും അല്ലേ. ഇതിപ്പം പുള്ളിയുടെ അനുഭവ സമ്പത്ത് വെച്ചാണ് ഓരോന്ന് പറഞ്ഞത്, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഈ മായ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്ന പോലെ എന്താ ടെലിപ്പതി വെച്ച് പ്രവചിച്ച് അതിനുശേഷം ആ പോസ്റ്റുകളെല്ലാം ഷെയർ ചെയ്ത് അതിൻ്റെ തീവ്രത കുറക്കാൻ പറ്റുമെന്ന് പറയുന്ന വിഡിത്തൊക്കെ കേട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടാവുമായിരിക്കും
അല്ലേ? ഇപ്പം ഇതിനകത്ത് പറഞ്ഞു ഈ ദുരന്തം 7K ഫോളോവേഴ്സ് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ശ്രദ്ധിക്കാമായിരുന്നു എന്ന്. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ എത്രത്തോളം അപകടങ്ങൾ നടക്കുന്നുണ്ട്, ദിവസവും ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ട് ശ്രദ്ധിക്കാതെ കൊണ്ടാണോ? 3 കോടി ജനങ്ങളുണ്ട്. ഈ 7K ഫോളോവേഴ്സ് ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടോ എന്താ പറയുക, വരാനിരിക്കുന്നത് നടക്കും, വരാനിരിക്കുന്നത് വഴി തങ്ങില്ലെന്ന് പറയില്ലേ, അത് തന്നെ സംഭവം. അല്ലാതെ എന്താ പറയുക, ഈ ദിവസേന അപകടങ്ങൾ നടക്കാതെ കൊണ്ടാണ് ആരും ശ്രദ്ധിക്കാത്തത്. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടക്കും. അല്ലാതെ ഇതൊക്കെ ടെലിപ്പതി എന്ന് പറഞ്ഞാൽ, പണ്ട് സഞ്ജയൻ്റെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഉറുക്ക് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക, കാര്യങ്ങൾ നടക്കുമെന്ന് പറയും. എന്നിട്ട് കുറേ പേർക്ക് ഈ സംഭവം വിതരണം ചെയ്ത ശേഷം എന്താ പറയുക, പറ്റിക്കപ്പെട്ടവർ മിണ്ടില്ല. അല്ലാതെ അത് 1000 പേർക്ക് കൊടുത്താൽ ഒരു 10 പേർക്ക് സംഭവം നടക്കും. അപ്പോൾ അവർ വിചാരിക്കും ഇതിൻ്റെ ശക്തി കൊണ്ടാണ്. അങ്ങനെ ഒരു കഥ പണ്ട് പിന്നെ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും. കുറേ എന്തൊക്കെയോ അങ്ങ് പ്രവചിക്കും. അതിൽ ഏതെങ്കിലും എന്താ ശിക്കാരി ശംഭുവിനെ പോലെ, അല്ലെങ്കിൽ ചക്കയിട്ട് മുയൽ എത്തുമെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് നടക്കും. അപ്പോൾ അത് വിശ്വസിക്കാനും കുറേ മണ്ടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ന് മനസ്സിലായി.